എല്ലാവർക്കും എജുവേഴ്സ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസത്തെ CA ആണ് നോക്കാൻ പോകുന്നത്. കൂടുതൽ പറയുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന വിഴിഞ്ഞത്തെത്തി. നമ്മൾ ഇന്നലെ ന്യൂസിലൊക്കെ വായിച്ചതാണ് അല്ലേ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞത്തെത്തുന്ന കപ്പലിന് 24,346 ടൺ കണ്ടെയ്നർ വഹിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ നീളം 399.9 മീറ്ററും വീതി 61.3 മീറ്ററുമാണ്. മലയാളിയായ വില്ലി ആൻ്റണിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. ഇന്നലെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. വിഴിഞ്ഞത്തിൻ്റെ MD ഡോക്ടർ ദിവ്യ S. അയ്യർ IAS അവരെ കൈ കൊടുത്തിട്ട് അല്ലേ. ഓർമ്മിക്കേണ്ടത് ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറീന. ഇത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് വിഴിഞ്ഞത്തെത്തുന്നത്. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു പോർട്ടിൽ നങ്കൂരമിടുന്നത്. അത് നമ്മൾ വിഴിഞ്ഞത്ത് തന്നെ ആയത് നമുക്ക് അഭിമാനിക്കാം. ഇനി അടുത്തത്, ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന സസകാവ പുരസ്കാരം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപത്രയ്ക്ക്. സൈക്ലോൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് രംഗത്ത് നൽകിയ സംഭാവനയ്ക്കാണ് പുരസ്കാരം. നിലവിൽ അദ്ദേഹം മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്ടർ ജനറലാണ്. ഇന്തോനേഷ്യക്കാരനായ ഹർഗുൻഡി റഹായുവിനൊപ്പമാണ് അദ്ദേഹം അവാർഡ് പങ്കിടുന്നത്. അടുത്തത്, കഴിഞ്ഞ ദിവസം നമ്മൾ സ്പോർട്സിലെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവൻ്റ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് UEFA നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗീസ് സ്വന്തമാക്കി. സ്പെയിനിനെ ഷൂട്ടൗട്ടിൽ 5-3 തോൽപ്പിച്ചാണ് കിരീടം സ്വന്തമാക്കിയത്. റൊണാൾഡോയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിലെ 3ാം കിരീടമാണ്. അടുത്തത്, 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിന്. ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തിയാണ് നേട്ടം കൈവരിച്ചത്. യാനിക് സിന്നർ ഇറ്റലീൻ്റെ കളിക്കാരനാണ്, നമുക്കറിയാം. ഏറ്റവും ദൈർഘ്യമേറിയ ഫ്രഞ്ച് ഓപ്പൺ ഫൈനൽ എന്ന ഖ്യാതിയും ഈ ഫൈനലിനുണ്ട്. എത്രയാണെന്നറിയാലോ? 5 മണിക്കൂർ 20 മിനിറ്റ്. മറ്റൊന്ന് വനിതാ കിരീടമാണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടവും കൂടി നമുക്ക് ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. കോക്കോ ഗഫിനാണ് കിരീടം ലഭിച്ചത്. അരീന സബലെങ്കയെ തോൽപ്പിച്ചത്. 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഈ 21-കാരിയുടെ. 2023 US ഓപ്പൺ നേടിയിട്ടുണ്ട്. അടുത്തതും ഒരു സ്പോർട്സ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന 11ാമത്തെ ഇന്ത്യൻ കളിക്കാരനാണ് ധോണി. അടുത്തത്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. ലഹരി ഉപയോഗം തടയുക, റാഗിങ്, അക്രമവാസന കുറയ്ക്കുക, വാഹന ദുരുപയോഗം കുറയ്ക്കുക എന്നിവ തടയാനാണ് 2ാം വർഷ വിദ്യാർത്ഥികളിലാണ് പദ്ധതി നടപ്പിലാക്കുക. എന്താണ് പേര്? കൂടെയുണ്ട് കരുത്തേകാൻ. ഓർമ്മിച്ചു വെക്കണം. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 2 കപ്പലപകടങ്ങളാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് അല്ലേ. കൊളംബോയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് ചരക്കുമായി വന്ന വാൻഹായ് 503 കപ്പൽ കേരള തീരത്തിനടുത്ത് അഗ്നിക്കിരയായി. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ കപ്പൽ, വാൻഹായ് 503. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 10.15 കിലോമീറ്റർ വർദ്ധിപ്പിച്ചു. പുതിയ കണക്ക് പ്രകാരം 600.15 കിലോമീറ്ററാണ്. മുമ്പ് ഇത് 590 കിലോമീറ്റർ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാ? 9. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് എവിടെയാ? ഗുജറാത്തിലാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവ. അതുപോലെ തന്നെ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 4 ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശം നമുക്കറിയാം
ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് പുതുച്ചേരിയാണ്. ഇത്രയും കൂടി അതിനോടനുബന്ധിച്ചിട്ട് ഓർത്ത് വെക്കണം. അടുത്തത് ദലൈലാമ ടെൻസിൽ ക്യാറ്റ്സോ എഴുതിയ പുസ്തകമാണ്. 14ാമത് ദലൈലാമ ടെൻസിൽ ക്യാറ്റ്സോ എഴുതിയ പുസ്തകമാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ്. 2 പുസ്തകങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ്. അടുത്തത് സേതു എഴുതിയ പുസ്തകമാണ് അന്തകവള്ളികൾ. ലേറ്റസ്റ്റ് ആണ്, അപ്പം ഓർത്ത് വെക്കണം. ഈ കഴിഞ്ഞ ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ടാണ് നമ്മൾ ആചരിച്ചത്. അതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അങ്കണവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുഞ്ഞൂസ് കാർഡ്. കുഞ്ഞൂസ് കാർഡ് ഓർമ്മിച്ച് വെക്കണം. ഇനി ഒരു ചോദ്യമാണ്. അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇന്ന് പറയില്ല, അടുത്ത എപ്പിസോഡിലേ പറയുള്ളൂ, അടുത്ത ദിവസമേ പറയുള്ളൂ. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഇടം നേടിയ ഒരു വാർത്തയിൽ നിന്ന് ഉള്ളതാണിത്. കോഴിക്കോടിൻ്റെ ഔദ്യോഗിക പുഷ്പം. 1ാമത്തെ ഓപ്ഷൻ ചെമ്പരത്തി, 2 അതിരാണി, 3 കുടമുല്ല, 4 കണ്ണാന്തളി. ഉത്തരം കമൻറ്റ് ചെയ്യുക. ശരി ഉത്തരം നാളെ ഞാൻ പറയുന്നതായിരിക്കും. ഇനി കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിവിഷൻ പോലെയുള്ളത്. 1, ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ എഡിറ്റഡ് ചെമ്മരിയാട് ജനിച്ചത് എവിടെയാണെന്നറിയോ? ശ്രീനഗർ ലാബിലാണ് ആദ്യത്തെ ചെമ്മരിയാട് ജനിച്ചത്. ആക്ച്വലി 6 മാസമായി ജനിച്ചിട്ട്, പക്ഷേ അവർ അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കാനുണ്ടായത് കാരണം അനൗൺസ്മെൻറ്റ് നീട്ടിവെച്ചതാണ്. ലാസ്റ്റ് വീക്കിലാണ് അനൗൺസ് ചെയ്തത്. പിന്നെ 1-2 നിയമനങ്ങൾ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് BR ഗവായ് സ്ഥാനമേറ്റിട്ടുണ്ട്. അറിയായിരിക്കുമല്ലോ, 52ാമതാണ് BR ഗവായ്. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പട്ടികജാതിയിൽ നിന്നുള്ള 2ാമനാണ്. ആരായിരുന്നു 1ാമൻ? 1ാമൻ നമ്മളെ കേരളീയനായ KG ബാലകൃഷ്ണനായിരുന്നു. പിന്നെ അടുത്ത ഒരു നിയമനം എന്ന് പറയുന്നത് UPSCയുടെ പുതിയ ചെയർമാനായി അജയ് കുമാറിനെ നിയമിച്ചു. UPSC എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതിൻ്റെ പുതിയ ചെയർമാനായിട്ട് അജയ് കുമാറിനെ നിയമിച്ചു. ഇത് രണ്ടുമാണ് ഒരു റീകോൾ ചെയ്യേണ്ട നിയമനങ്ങൾ. പിന്നെ ഒരു ചരമമുള്ളത്, ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുൻ ആണവോർജ കമ്മീഷൻ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ MR ശ്രീനിവാസൻ. മെയ് 20 അന്തരിച്ചു. താങ്ക് യു. ദിസ് ഇസ് ലജിഷ സൈനിങ് ഓഫ്.